ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് എസ് ഗെയിം മീഡിയ ഗട്സ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇൻഷോട്ടിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ്. വീഡിയോ എഡിറ്റിങ്ങിന് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ് ഇൻഷോട്ട്. അപ്പോൾ ഇൻഷോട്ടിൻ്റെ 2021 ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ്. ഈ അപ്ഡേറ്റ് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്നത് ഗെയിമിംഗ് വീഡിയോസൊക്കെ സ്റ്റാറ്റസായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർക്കാണ്. അപ്പോൾ എന്താണ്, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നിങ്ങൾ നിർബന്ധമായി ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ആദ്യം നമുക്ക് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് താഴോട്ട് പോകുമ്പോൾ അറിയാം ആ ഒരു വെർഷൻ നമുക്ക് രണ്ടും കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട് ആ ഒരു വെർഷൻ്റെ കാര്യങ്ങളെല്ലാം. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, ബാക്കി കാര്യങ്ങളൂടെ നോക്കാം. എഫക്റ്റിലൊക്കെ ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ട്, പുതിയ ഒരുപാട് ഫിൽറ്ററുകളും വന്നിട്ടുണ്ട്. ദെൻ നമുക്കൊരു വീഡിയോ ഇവിടെ ആഡ് ചെയ്ത് നോക്കാം. നമ്മൾ വീഡിയോ ഓപ്പൺ ചെയ്തിട്ട് എന്താണ്, വീഡിയോയുടെ സെക്ഷൻ എടുത്തിട്ട് നമുക്കൊരു വീഡിയോ സെലക്ട് ചെയ്യാം. ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ഗെയിമിംഗ് വീഡിയോ ആണ്. ഈ ഒരു സെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫുൾ ഫോട്ടോസാണ്. നമുക്ക് എന്താണ് ഇഷ്ടപ്പെട്ട ഫോട്ടോ സെലക്ട് ചെയ്യാം. ഇപ്പം ഞാൻ ഒരു വീഡിയോ സെലക്ട് ചെയ്യുവാണ്. അപ്പോൾ എന്താണ്, നമുക്കൊരു വീഡിയോ സെലക്ട് ചെയ്യാം. ആ ഒരു വീഡിയോ ഇപ്പോൾ ഇവിടെ സെലക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു വീഡിയോ യൂട്യൂബ് സൈസ് ആക്കിയിട്ട് നമുക്കൊന്ന് എഡിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെ ഫോൾഡറിൽ പോയിട്ട് ആ ഒരു വീഡിയോ ഇവിടെ സെലക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു വീഡിയോ സെലക്ട് ചെയ്ത് നമ്മുടെ ആ ഒരു എഡിറ്റുകൾ ഇൻ്റർഫേസിൽ പോയിട്ട് ആ ഒരു ഫസ്റ്റ് ബോക്സ് ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്തിട്ട് എന്താണ്, നമ്മുടെ ആ ഒരു വീഡിയോ നമ്മൾ ഏത് റെസൊല്യൂഷനാണ് ചെയ്യുന്നത് ആ റെസൊല്യൂഷൻ നമ്മൾ സെറ്റ് ചെയ്യുക. ആ ഒരു സ്ക്രീൻ സൈസ് യൂട്യൂബ് സൈസ് ആക്കിയിട്ട് എന്ത് ചെയ്യണം, ആ ഒരു കട്ട്സർ നമ്മൾ നീക്കി ഒരു 50 ആക്കണം. അപ്പോൾ എന്താണ്, ആ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ മാറി നല്ലതാവും. ആ ഒരു ബ്ലെൻഡിങ് ആയിട്ടുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മാറിയിട്ട് എന്താണ്, നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുമ്പോൾ എന്താണ്, നമുക്കിതിൽ മ്യൂസിക് ആഡ് ചെയ്യാം. മ്യൂസിക് ആഡ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു മ്യൂസിക്കിൻ്റെ ഐക്കണുണ്ട്. നമ്മൾ ആ ഒരു മ്യൂസിക് ഐക്കൺ സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്കിതിൽ മ്യൂസിക് ആഡ് ചെയ്യാം. ആ ഒരു ട്രാക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യാൻ നേരത്ത് നമ്മുടെ ഗ്യാലറിയിലുള്ള സോങ്ങുകളെല്ലാം കിട്ടും. നമ്മളെ മ്യൂസിക് പ്ലെയറിലുള്ള സോങ്ങുകളെല്ലാം കിട്ടും. അതുപോലെ തന്നെ പണ്ടും ഉള്ളൊരു ഫീച്ചർ തന്നെയാണ്. നമുക്ക് ഈ ഒരു വീഡിയോയിൽ നിന്നും നമുക്കൊരു സോങ് നമുക്കെടുക്കാം. വീഡിയോയിലെ ആഡിയോ നമുക്ക് എന്ത് ചെയ്യാം, ചെയ്തെടുക്കാം, എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കാം. ആ ഒരു ഓപ്ഷൻ ഇവിടെ തന്നെ ഉണ്ട്. എന്താണ്, എക്സ്ട്രാക്റ്റ് ആഡിയോ ഫോർ വീഡിയോ എന്നും പറഞ്ഞൊരു ഓപ്ഷനാണ്. അതിൽ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ഗ്യാലറിയിലോട്ട് നമ്മൾ പോകും. ഗാലറിയിൽ പോയിട്ട് എന്ത് ചെയ്യാം, ഒരു വീഡിയോ നമുക്ക് സോങ് ആയിട്ട് എടുക്കാം. ആ വീഡിയോയിൽ എന്താണ്, സോങ് നമുക്ക് നമ്മുടെ വീഡിയോയിൽ കൊണ്ടുവരാൻ പറ്റും. പിന്നീട് എടുത്തു പറയാൻ പറ്റിയ ഒരു ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് ഓൺ വോയിസ് ഇതിൽ റെക്കോർഡ് ചെയ്യുമ്പോഴും നമ്മുടെ വോയിസ് ഇതിൽ റെക്കോർഡ് ചെയ്ത് നമുക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റും. ആ ഒരു ഓപ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ റെക്കോർഡെന്നും പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ആ ഒരു ഓപ്ഷൻ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് നമ്മുടെ ഓൺ വോയിസിൽ എന്താണ് വീഡിയോസ് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ്, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്കവിടെ ഈ ഒരു വോയിസ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനും പറ്റും. പിന്നീട് എടുത്തു പറയാനുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുമ്പോൾ സ്റ്റിക്കർ ഓപ്ഷനാണ്. ആ ഒരു സ്റ്റിക്കർ ഓപ്ഷനിൽ പുതിയ അപ്ഡേറ്റിൽ ഒരുപാട് സ്റ്റിക്കറുകൾ വന്നിട്ടുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാം. അടുത്ത സ്റ്റോറിൻ്റെ ഒരു ഐക്കണുണ്ട്. ആ ഒരു ഐക്കണിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പുതിയ അപ്ഡേറ്റിൽ വന്നിട്ടുള്ള ഒരുപാട് സ്റ്റിക്കർ നമുക്ക് സെലക്ട് ചെയ്യാം. ഇത് പ്രത്യേകിച്ച് ഇതിൻ്റെ ഉപയോഗമൊന്നുമില്ല. കാര്യം നമ്മൾ വലുതായിട്ട് ഇതങ്ങ് വീഡിയോയിൽ അങ്ങനെ ആഡ് ചെയ്ത് നമ്മളങ്ങനെ യൂസ് ചെയ്യാറൊന്നുമില്ല. എങ്കിലും നമുക്ക് ആഡ് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്കിതുപോലത്തെ സ്റ്റിക്കറൊക്കെ യൂസ് ചെയ്യാം. ഒരു ആരോ മാർക്ക് കാണിക്കാൻ വേണ്ടി നമുക്ക് ഈ സ്റ്റിക്കറൊക്കെ യൂസ് ചെയ്യാം. പിന്നീട് ഉള്ള ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ ടെക്സ്റ്റാണ്. നമ്മൾ ആ ഒരു ടെക്സ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇൻസ്റ്റ ഐഡിയോ നമ്മുടെ ചാനലിൻ്റെ നെയിമോ നമുക്ക് എന്തെങ്കിലും ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. ആ ഒരു ഫ്യൂച്ചറും പണ്ടേ ഉള്ള ഫ്യൂച്ചറാണ്. പക്ഷേ നമുക്ക് എന്താണ്, ഈ ഒരു അപ്ഡേറ്റിൽ അതിൻ്റെ ഒരു സിസ്റ്റം മാറിയിട്ടുണ്ട്, ആ ഒരു മോഡൽ മാറിയിട്ടുണ്ട്. അതാണ് പിന്നീട് എടുത്ത് പറയാൻ പറ്റിയൊരു ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ ഇതിൽ ആഡ് ചെയ്യുന്ന എഫക്റ്റിൻ്റെ ആ ഒരു ഇൻ്റർഫേസ് തന്നെ മാറിയിട്ടുണ്ട്. നമ്മുടെ പഴയ ഇൻഷോട്ടിൽ നിന്നും ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പോഴത്തെ പുതിയ ഇൻഷോട്ടിൻ്റെ ആ ഒരു അപ്ഡേറ്റ് അതെനിക്ക് വളരെ ഇഷ്ടമായൊരു അപ്ഡേറ്റ് തന്നെയാണ്. നമ്മൾ എഫക്റ്റ് ആഡ് ചെയ്താലും നമുക്ക് ആ ഒരു എഫക്റ്റിനെ നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റും. നമ്മുടെ ഇൻ്റർഫേസിലോട്ട് നമുക്ക് ആ ഒരു എഫക്റ്റ് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇതാണ് പുതിയ ഒരു മോഡൽ. അപ്പോൾ ഇതിൽ ബീറ്റിലായിരുന്നാലും എന്താണ്, അതുപോലെയുള്ള ബാക്കിയുള്ള എഫക്റ്റിൻ്റെ ഓപ്ഷൻ്റെ എല്ലാത്തിലും എന്താണ്, ആ ഒരു സെക്ഷൻ മാത്രമായിട്ട് കൊടുത്തിട്ടുണ്ട്. കാര്യമെന്ന് പറയുമ്പോൾ എന്താണ്, ആ ബീറ്റ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ബീറ്റ് മാത്രമായിട്ടാണ് കിട്ടുന്നത്. നമുക്കിനി ഫിൽറ്റർ നോക്കാം. നമ്മളിനി ഫിൽറ്ററാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫിൽറ്റർ നമുക്ക് എടുത്ത് നോക്കാം. ഫിൽറ്ററിൽ വന്നിട്ടുള്ള പുതിയ അപ്ഡേറ്റ് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പം ഞാൻ ഇവിടെ ഫിൽറ്റർ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ഇവിടെ സെലക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു ഫിൽറ്റർ സെലക്ട് ചെയ്യുമ്പം എന്താണ്, നമുക്ക് ഇതുപോലത്തെ ഇൻ്റർഫേസ് കിട്ടും. പഴയ ഫിൽറ്ററിനും ഇതും നല്ല എന്താണ് മാറി നിൽക്കുന്ന ഒരു ഫീച്ചർ തന്നെയാണ്. പഴയ ഇൻഷോട്ടിൻ്റെ ഫിൽറ്ററിൻ്റെ സ്റ്റൈൽ മാറി പുതിയ ഒരു അപ്ഡേറ്റ് ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതാണ് ഒറിജിനൽ. നമുക്കിനി എന്ത് ചെയ്യാം, ഇതിൽ വന്നിട്ടുള്ള ബാക്കിയുള്ള ഫിൽറ്ററുകൾ നമുക്ക് നോക്കാം.
അപ്പം ആ ഒരു ഫിൽറ്റർ എങ്ങനെയുണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു സെക്ഷൻ ഫുള്ള് നോക്കി വരുന്നുണ്ട്. അപ്പം ഇതാണ് ഇതിൽ വന്നിട്ടുള്ള പുതിയ ഫിൽറ്ററുകൾ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഫിൽറ്റർ നമുക്ക് നോക്കാം, ഓരോന്നായിട്ട് നമുക്കത് നോക്കാം. ഇവിടെ റെഡ്, യെല്ലോ അതുപോലെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് റെഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു വീഡിയോയിൽ റെഡ് കളറുള്ള എല്ലാ ഭാഗവും അത് റെഡായിട്ട് തന്നെ കിട്ടും. ഇവിടെ ഓറഞ്ച് സെലക്ട് ചെയ്താൽ ആ ഒരു ഓറഞ്ച് എഫക്റ്റ് ആയിരിക്കും അത് നമുക്കതിൽ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത്. അതുപോലെ യെല്ലോ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും ആ വീഡിയോയിലുള്ള യെല്ലോ കളർ മാത്രം ഇതുപോലെ നല്ല രീതിയിൽ ലൈറ്റ് ചെയ്ത് നിന്നിട്ട് ബാക്കി കളറെല്ലാം നല്ല രീതിയിൽ ഡൗൺ ആവും. പിന്നെ നമ്മൾ ബ്ലൂ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോയിൽ ഏറ്റവും കൂടുതലുള്ള കളർ ബ്ലൂ ആണെങ്കിൽ ആ ബ്ലൂവിനെ നല്ല രീതിയിൽ ക്യാച്ച് ചെയ്യും. അപ്പം നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ ഒരുപാട് ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഇത് പുതിയ അപ്ഡേറ്റ് വന്ന ഒരു നല്ല ഫീച്ചറാണ്. അപ്പം നമുക്ക് ഒറിജിനൽ സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഇതാണ് ഒരു ഫിൽറ്ററിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ ഇതാണ്. അത് വളരെ യൂസ്ഫുൾ ആവുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റാറ്റസ് വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നവർക്കാണ് ഈ ഒരു എഫക്റ്റ് നല്ല രീതിയിൽ യൂസ്ഫുൾ ആവുന്നത്. അതിന് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഫിൽറ്റർ ഓപ്ഷൻ മാറ്റിയിട്ട് നമുക്ക് എഫക്റ്റിലോട്ട് വരാം. നമ്മൾ എഫക്റ്റ് നേരത്തെ കുറച്ചേ പറഞ്ഞോളൂ. ഈ ഒരു എഫക്റ്റിൽ ഇപ്പം ബീറ്റ് എടുത്തു കഴിഞ്ഞാൽ ബീറ്റായിരിക്കും ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. ബീറ്റ് ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബീറ്റുമായിട്ട് റിലേറ്റീവ് ചെയ്യുന്ന എല്ലാ ബീറ്റ് എഫക്ട്സും നമുക്കിതിൽ കാണാൻ പറ്റും. അതുപോലെ എല്ലാ എഫക്റ്റിലും ആ ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു എഫക്റ്റിൻ്റെ ബീറ്റും മറ്റു കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൽ തന്നെ ഉണ്ട്. മുകളിൽ കൊടുത്തിരിക്കുന്ന 2 ഓപ്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ വീഡിയോയ്ക്ക് വരുന്ന ഓരോ എഫക്റ്റിൻ്റെ ഓരോ സ്പീഡും അതുപോലെ ഓരോ ബീറ്റും നമുക്ക് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഒരു എഫക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എഫക്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു 2 ലെയർ നമുക്ക് യൂസ് ചെയ്ത് ആ ഒരു വീഡിയോയിൽ വരുന്ന ബീറ്റും അതുപോലെ അതിൻ്റെ സ്പീഡും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കറക്റ്റ് സ്പീഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓരോ എഫക്റ്റ് എടുത്താലും ഇതേപോലെ തന്നെയാണ്. ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു ഫ്ലിക്കർ കണക്കത്തൊരു എഫക്റ്റ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇതുപോലെയുള്ള ഫ്ലിക്കർ എഫക്റ്റ് നമ്മൾ കൊണ്ടുവരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ നമ്മൾ അടുത്ത ഒരു ഫീച്ചർ, അടുത്ത ഒരു എഫക്റ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് കറക്റ്റ് രീതിയിൽ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ പിന്നെ എടുത്തു പറയാൻ പറ്റിയ വേറൊരു ഫീച്ചർ എന്ന് പറയുമ്പോൾ ഈ ഒരു എഫക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഇൻ്റർഫേസിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കഴിഞ്ഞതിന് ഉള്ള അപ്ഡേറ്റ് കണക്കല്ല ഇത്. ഈ ഒരു അപ്ഡേറ്റ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ ഒരു ടെക്സ്റ്റൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു എഫക്റ്റ് നമുക്ക് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. ആ എഫക്റ്റ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് മാറ്റാനും പറ്റുന്നുണ്ട്. അതുപോലെ ഫിൽറ്ററുകളിലും ഈ ഒരു എഫക്റ്റുകളിലും വന്നൊരു ചേഞ്ച് എന്ന് പറയുമ്പോൾ അത് വളരെ നല്ലൊരു ചേഞ്ചാണ്. അത് ഈ ഒരു ഇൻഷോട്ടിൻ്റെ ഈ ഒരു അപ്ഡേറ്റിൽ എടുത്തു പറയാൻ പറ്റിയൊരു ചേഞ്ചാണ്. അതുപോലെ ഓരോ എഫക്റ്റുകൾ നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഓരോ എഫക്റ്റുകളും നമുക്ക് ഇതുപോലെ കൊണ്ടുവച്ച് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ഒരു എഫക്റ്റുകളും ഫിൽറ്ററുകളൊക്കെ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്നത് സ്റ്റാറ്റസ് വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നവർക്കാണ്. ഗെയിമിംഗ് വീഡിയോസൊക്കെ സ്റ്റാറ്റസാക്കി ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളൊരു കാര്യം എന്ന് പറയുമ്പോൾ ഇതുപോലത്തെ ഫിൽറ്ററുകളാണ്. അപ്പോൾ അവർക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ് ഇൻഷോട്ട്. ഇൻഷോട്ടിൽ വന്നിരിക്കുന്ന പുതിയൊരു അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ എഡിറ്റേഴ്സിന് വളരെ ഉപയോഗമാകുന്ന ഒരു ഫീച്ചർ തന്നെയാണ്. പിന്നീട് നമുക്ക് ആ ഒരു വീഡിയോനെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഫ്രീസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അത് ഒരു ഫോട്ടോ മാത്രമാക്കി എടുക്കാൻ പറ്റും. ആ ഒരു വീഡിയോയിൽ നിന്ന് നമുക്ക് ഒരു പാർട്ട് ഫോട്ടോ ആക്കി എടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഈ ഒരു വീഡിയോ സേവ് ചെയ്യാനായിട്ട് സേവിങ്ങിൻ്റെ ഒരു ഓപ്ഷൻ മോഡിലുണ്ട്. ആ ഒരു സേവിങ് ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, വീഡിയോ 720p അല്ലെ 1080p നമുക്ക് വീഡിയോ സേവ് ചെയ്യാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, വീഡിയോ ഒരു 1080p നമുക്ക് സേവ് ചെയ്യാം. നമുക്ക് ഈ ഒരു വീഡിയോ സേവ് ചെയ്യേണ്ട, നമുക്ക് ഡ്രാഫ്റ്റിൽ ഇട്ടാൽ മതി. നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോ നമുക്ക് ഡ്രാഫ്റ്റിലോട്ട് ഇടാം. ഡ്രാഫ്റ്റിൻ്റെ ഓപ്ഷൻ ഇവിടെ തന്നെ ഉണ്ട്. നമ്മുടെ ആ ഒരു ആരോ മാർക്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രാഫ്റ്റ് എന്നും പറഞ്ഞൊരു ഓപ്ഷൻ വരും. ആ ഒരു ഡ്രാഫ്റ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ എന്ത് ചെയ്യും, നമുക്ക് ഡ്രാഫ്റ്റിൽ സേവ് ചെയ്തിടാം. പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് സേവ് ചെയ്ത് നമ്മുടെ ഗാലറിയിലോട്ട് ആക്കിയാൽ മതി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സെറ്റിങ്സ് ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ നമുക്ക് മെമ്മറി കാർഡിലോട്ട് എങ്ങനെ സേവ് ചെയ്യാമെന്ന് പറഞ്ഞുതരാം. നമ്മൾ സെറ്റിങ്സ് എടുത്തിട്ട് താപ്പോട്ട് വരുമ്പോൾ എന്താ കാണാം, ഇവിടെ നമുക്കൊരു മെമ്മറി കാർഡിൻ്റെ ഒരു ഐക്കൺ കാണാം, SD കാർഡിൻ്റെ ഒരു ഐക്കൺ കാണാം. ആ ഐക്കൺ ടച്ച് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഗാലറിയിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു വീഡിയോ സേവ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഗാലറിയിൽ നമ്മുടെ SD കാർഡിൽ ഏതെങ്കിലും ഒരു ഫയലിൽ ആ ഒരു വീഡിയോ സേവ് ആക്കി നമുക്ക് വയ്ക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ഇതുപോലത്തെ ഫീച്ചറുകളാണ്. ഈ ഒരു ഫീച്ചർ മുമ്പേ ഉള്ള ഫീച്ചറാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട്
ഫിൽറ്ററിൻ്റെ ഓപ്ഷനാണ് പുതിയ അപ്ഡേറ്റിൽ വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഇൻഷോട്ടിൻ്റെ അപ്ഡേറ്റിനെ കുറിച്ച് നിങ്ങളേതായുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അതുപോലെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക. ID ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.